ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ കോഡിനാണ് കാണിക്കുന്നത്. കോഡാണെങ്കിൽ നമ്മുടെ ബൊറുട്ടോട് പറയുകയാണ്, ബൊറുട്ടോ, നിന്നെ ഇത്ര വേഗം കണ്ടാൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ സന്തോഷമുണ്ട്. നിന്നെ ഇത്ര വേഗം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2-3 വർഷമായിട്ട് ഞാൻ തിരയുന്നു, പക്ഷെ നിന്നെ കിട്ടിയില്ല. ഇപ്പം നീതായിട്ട് തന്നെ എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി നേരത്തെ കൊനയിലേക്ക് വരണമായിരുന്നു. എന്നാൽ മാത്രമേ എനിക്ക് നേരത്തെ നിന്നെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അത് കേട്ട് നമ്മുടെ ബൊറുട്ടോയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കോഡിനോട് പറയാണ്, കോഡ്, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പൊക്കോന്ന് പറയാണ്, അല്ലെങ്കിൽ നിന്നെ കൊന്നു കളയാന്ന് പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ കോഡിനാണെങ്കിൽ അതുപോലെ തന്നെ നല്ല ചിരിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കോഡ് ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുകയാണ്. വന്നിട്ട് പറയാണ് കോഡ്, ബൊറുട്ടോ, നീ പണ്ട് എൻ്റെ മുന്നിൽ വന്നപ്പോൾ നിനക്ക് ഒരു ശക്തിയില്ലാതെ നീ വെറും വേസ്റ്റ്ലെസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ ബൊറുട്ടോയ്ക്ക് നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ബൊറുട്ടോ പറയാണ്, കോഡ്, ഞാൻ പറയുന്നത് ഇനിയും കേട്ടില്ലെങ്കിൽ നിൻ്റെ കാര്യം തീരുമാനമാകുമെന്ന് പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ കോഡ് പറയാണ്, അല്ല, നിൻ്റെ കാര്യമാണ് തീരുമാനമാകുന്നതെന്ന് പറയാണ്. ഇങ്ങനെ ഇവിടെ ഈ അടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡ് ബൊറുട്ടോയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറയാണ്, ബൊറുട്ടോ, നിൻ്റെ കഥ ഇന്നത്തോടെ അവസാനിക്കാൻ പോകണമെന്ന്. അതേറ്റ് നമ്മുടെ ബൊറുട്ടോ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കലി വന്നിട്ട് ബൊറുട്ടോ പറയാണ്, കോഡ്, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും മോൺസ്റ്ററിനെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയാണ്. എന്നിട്ട് ബൊറുട്ടോ പറയാണ്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാ വലിയ അപകടമാണെന്നറിയോ? നീ ഇത് ചെയ്യുന്ന ഇത്ര ആയി, എനിക്ക് നിർത്തിയില്ലെങ്കിൽ നിനക്കല്ല നമുക്കെല്ലാവർക്കും ഇവിടെ വലിയ രീതിക്ക് തന്നെ പ്രശ്നം ഉണ്ടാകും. അതിൽ നമ്മുടെ ബൊറുട്ടോ നമ്മുടെ സാറിനോട് പറയാണ്, സാറിനാ, നീ ഇവിടുന്ന് പൊക്കോ, ഞാൻ കോഡിൻ്റെ കാര്യം നോക്കിക്കോളാം. നിൻ്റെ അടുത്തോട്ട് വരുന്ന മോൺസ്റ്റേഴ്സിനെ മാത്രം നീ അറ്റാക്ക് ചെയ്താൽ മതി, അല്ലാത്തതൊന്നും നീ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിക്കഡൈനെയാണ്. ഷിക്കഡയാണെങ്കിൽ ഷാഡോ പാരലൈസ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് 3 മോൺസ്റ്റേഴ്സിനെ അവിടെ കവർ ചെയ്ത് പിടിക്കുന്നു. അതേസമയം നമ്മുടെ ചോച്ചോ ആണെങ്കിൽ പറന്ന് വന്നിട്ട് ഒരു മോൺസ്റ്ററിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ മോൺസ്റ്റർ ഡിഫീറ്റായി പോവുകയാണ്. അത്രയും പവറുള്ള ഇടിയാണ് കൊടുത്തത്. അടുത്താണെങ്കിൽ നമ്മുടെ ഷിക്കഡൈനെയാണ്. ഷിക്കഡൈനാണെങ്കിൽ ചോച്ചോ പുറകോട്ട് നോക്കുന്ന ഒച്ചത്തിൽ വിളിക്കുകയാണ്. അത് കേട്ട് ചോച്ചോ പുറകോട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ ഒരു മോൺസ്റ്റർ ചോച്ചോനെ കടിക്കാൻ വരികയാണ്. അതേസമയം നമ്മുടെ ഈനോജിനും അതുപോലെ തന്നെ ഹിമാവാരിയും വന്നിട്ട് ഒരു പക്ഷീനെ കൊണ്ട് ആ ഒരു മോൺസ്റ്ററിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആ ഒരു മോൺസ്റ്റർ നമ്മുടെ ആ ഒരു പക്ഷീനെ ഒരു ചിറക് തന്നെ നശിപ്പിച്ച് കളയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിമാവാരിയും അതുപോലെ തന്നെ നമ്മുടെ ഈനോജിനും താഴോട്ട് വീഴുകയാണ്. അത് കേട്ടിട്ട് നമ്മുടെ കവാക്കിയാണെങ്കിൽ ഓടി ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് ആ മോൺസ്റ്ററിനെ അങ്ങ് ഡിഫീറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹിമാവാരിനെ നമ്മുടെ ഈനോജിൻ രക്ഷിക്കുന്നതാണ്. അങ്ങനെ ഇവരെല്ലാം സേവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിമാവാരി നമ്മുടെ കവാക്കിയോട് പറയുന്നുണ്ട്. അതിന് മുമ്പ് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ ഇങ്ങനെ മാറി മാറി വരികയാണ്. അതിൻ്റെ വേറെ വേർഷനിലോട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കവാക്കിയാണെങ്കിൽ എത്ര മോൺസ്റ്റർ വന്നാലും നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് ഇതാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹിമാവാരി ആണെങ്കിൽ പറയാണ്, താങ്ക്സ് ചേട്ടാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ മിണ്ടാതിരിക്കുക, എന്നെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമില്ലെന്ന് പറയാണ്. അതേസമയം നമ്മുടെ കവാക്കീനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ആ ഒരു ലെവലപ്പായ മോൺസ്റ്റർ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ് കവാക്കിനെ. അതുകൊണ്ട് കവാക്കിക്ക് നല്ല ദേഷ്യം വരികയാണ്. കവാക്കിനെ ഒറ്റ്സുസുക്കി എന്ന് വിളിക്കപ്പോൾ കവാക്കിക്ക് അത് ദേഷ്യം വന്നിട്ട് അതിനെ അങ്ങ് ഡിഫീറ്റ് ചെയ്ത് കളയാണ്. അത് കളഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലെവലപ്പായ മോൺസ്റ്റേഴ്സിനാണ്. അവരെ ഡിഫീറ്റ് ചെയ്താലും വേറെ ഒന്നിലൂടെ വലുത് വന്നുകൊണ്ടിരിക്കുകയാണ്. കവാക്കി അറിയാണ് എത്ര വന്നാലും നമുക്ക് ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കോഡിനെ ബൊറുട്ടോനെയാണ് കാണിക്കുന്നത്. ബൊറുട്ടോ കോഡിനോട് പറയാണ്, കോഡ്, നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്ര മോൺസ്റ്റേഴ്സിനെ വിളിച്ച് മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ മറ്റേ കൈയല്ല ഇപ്പുറത്തെ കൈയും കൂടെ നിനക്ക് നഷ്ടപ്പെടുമെന്ന് പറയാണ്. അത് കേട്ടിട്ട് കോഡിന് ഭയങ്കര ചിരി വരികയാണ്. എന്നിട്ട് കോഡിനോട് ബൊറുട്ടോ ഒന്നും കൂടെ പറയാണ്, കോഡ്, നീ ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം തന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് പറയാണ്. അത് കേട്ടിട്ട് കോഡിന് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് കോഡ് പറയാണ്, ഒരു ദിവസം എന്തായാലും ഒരു മോൺസ്റ്റർ ഒരു
ഉസുക്കിനെ കഴിക്കും. അതേസമയം ഒരു ഡിവൈൻ ട്രീ ക്രിയേറ്റ് ആയിട്ട് അവിടെ ഒരു ഫ്രൂട്ട് ക്രിയേറ്റ് ആയിട്ട് അത് കഴിച്ച് ലോകം വീണ്ടും ഫിനിഷാവും. ഇതിൽ കൂടുതൽ എന്ത് ഇതാണ് വരാനുള്ളതെന്ന് പറഞ്ഞിട്ട് കുറേ ആനിമൽസിനെ നമ്മുടെ ബൊറൂട്ടോ അടുത്തേക്ക് വിടുകയാണ്. അതിനെല്ലാം ബൊറൂട്ടോ സ്ലഷ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൈയും കാലൊന്നും ഇല്ലാതെ മുറിച്ച് കളയാണ്. കത്തി വെക്കുന്നതും കത്തി എടുക്കുന്നതും കണ്ടില്ല, അത്രയും വേഗത്തിലാണ് എല്ലാത്തിനെയും മുറിച്ച്. പിന്നെ കാണിക്കുന്നത് എല്ലാത്തിനെയും മുറിച്ചിടുന്ന ഒരു സീനാണ്. മുറിച്ചിട്ടിട്ട് ബൊറൂട്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം കോഡ് പറയാണ്, വെറുതെ അല്ല നീ പറഞ്ഞത്, നീ പവർഫുള്ളായെന്ന് എനിക്ക് തോന്നുന്നത്, നീ ഇത്രയും എല്ലാത്തിനും കൊല്ലും ഞാൻ വിചാരിച്ചില്ല. അതേസമയം നമ്മുടെ സാർഡേനാണ് കളിക്കുന്നത്. സാർഡേ ആണെങ്കിൽ അവളുടെ ഫയർ സ്റ്റൈൽ ജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 3-4 എണ്ണത്തിനെ അവിടെ ഡിഫീറ്റ് ചെയ്യുന്നു. അതേസമയം അവളുടെ ചിതൂരി ഉപയോഗിച്ചുകൊണ്ട് അവൾ ഡിഫീറ്റ് ചെയ്യാണ്. ഇതെല്ലാം നമ്മൾ മോൺസ്റ്റേഴ്സ് കണ്ടുകൊണ്ട് വന്നിട്ട് മോൺസ്റ്റർ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരെണ്ണത്തിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ലെവലപ്പായി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം നമ്മുടെ സാർഡേനെ പുറകിൽ നിന്ന് കളിക്കാൻ വന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന സാർഡേനെ തട്ടി മാറ്റിയിട്ട് ഒരു ഷിനോബി അവളുടെ ഇടയ്ക്ക് കയറി നിൽക്കുന്നു. ആ ഇടയ്ക്ക് കയറി നിന്ന് ഷിനോബിനെ ആണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ കടിക്കുകയാണ്. ആ ഒരു മോൺസ്റ്റർ കടിച്ചതിന് ശേഷം അതൊരു ട്രീ ആയിട്ട് മാറുകയാണ്. ഒരു ഡിവൈൻ ട്രീയുടെ ഒരു ചെറിയ വേർഷനായി മാറുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര സർപ്രൈസ് ആകുകയാണ്. കാരണം ഇത്ര വലിയൊരു ട്രീ അങ്ങനെ ഇതുവരെ ആയിട്ടില്ല. അതേസമയം നമ്മുടെ കോഡിൻ്റെ ബൊറൂട്ടോയുടെ ഭയങ്കര കട്ടക്കൽപ്പിൽ അതും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ കോഡ് പറയുകയാണ്, ബൊറൂട്ടോ പറയാണ് കോഡിനോട്, മര്യാദയ്ക്ക് നീ എന്നെ 10 ടൈൽസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം തീർന്നു എന്ന് പറയാണ്. എന്നിട്ട് ബൊറൂട്ടോയുടെ ചുറ്റുമാണെങ്കിൽ ഒരു എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ചുറ്റുമാണ്. അതിങ്ങനെ സ്പീഡ് കൂടി ഭയങ്കര രീതിക്ക് തന്നെ മാറുകയാണ്. അത് ഒരു റെസ്ലിംഗ് ഗണ്ണാണെന്ന് നമ്മുടെ കോഡിന് മനസ്സിലായി. എന്നിട്ട് കോഡാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ കോഡിൻ്റെ അടുത്തേക്ക് വരികയാണ്. കോഡിൻ്റെ അടുത്തോട്ട് വന്ന് പറയാണ്, നീ മര്യാദയ്ക്ക് എന്നെ 10 ടൈൽസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. അന്നേരം കോഡ് പറയണം, നീ ഒരു റെസ്ലിംഗ് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നിന്നെ കോഡിൻ്റെ അടുത്തോട്ട് കോഡ് പറയാണ്, ഞാൻ നിന്നെ 10 ടൈൽസിൻ്റെ അടുത്തോട്ട് ഞാൻ പൊട്ടനല്ല. എന്നിട്ട് നമ്മൾ കാണിക്കുന്നത് ഇത്രേ ബൊറൂട്ടോനെയാണ്. ബൊറൂട്ടോ ലാസ്റ്റ് പറയാണ് റസെൻഗൺ ഉസുഗിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.